കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വന്തം മാതാവിനെ ലഹരിയുടെ ആധിക്യത്തിൽ 24 വയസ്സുകാരനായ മകൻ വെട്ടിക്കൊന്നത് ഈ ലഹരി വ്യാപനത്തിന്റെ ക്രൂര ഉദാഹരണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ്. താമരശ്ശേരിയിൽ ഞങ്ങളുടെ പ്രതിനിധി ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാസലഹരിയുടെ അടിമകളായി മാതാപിതാക്കളെ പോലും കൊല്ലുന്ന മക്കളുടെ വാർത്ത കേട്ടാണ് ഈ ദിവസങ്ങളിൽ കേരളം ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും ആഘാതശേഷിയുള്ള ദൃശ്യങ്ങളായിരുന്നു ഇത്. ആഷിഖ് എന്ന കുറ്റവാളി എങ്ങനെ രൂപപ്പെട്ടു എന്ന് കൂടി തെരഞ്ഞാലേ രാസലഹരി എന്ന കൊടും വിപത്ത് എவ்விதമാണ് നാട്ടിൽ വേരുപടർത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയൂ. താമരശ്ശേരിയിലെ ലഹരി ചങ്ങലയിൽ പെട്ടുപോയ നിരവധി ചെറുപ്പക്കാരിൽ ഒരാൾ മാത്രമാണ് ആഷിഖ്. താമരശ്ശേരിയിൽ ഞങ്ങളുടെ പ്രതിനിധി ആഷിഖ് നടത്തിയ അന്വേഷണം കാണുക. താമരശ്ശേരിയിലെ ലഹരി വ്യാപനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അമ്പലമുക്ക് എന്ന് പറയുന്നത്. അമ്പലമുക്കിൽ അയ്യൂബിന്റെ നേതൃത്വത്തിലായിരുന്നു, ലഹരി വ്യാപാരിയായിരുന്ന അയ്യൂബിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ലഹരി വിൽപ്പന വ്യാപകമായി നടന്നത്. എനിക്കിപ്പോൾ കാണുന്ന ഈ ഒരു വീടിന് വേണ്ടി നിർമ്മിച്ച ഈ സ്ഥലത്തായിരുന്നു ഒരു ടെന്റ് കെട്ടിക്കൊണ്ട് വലിയ രീതിയിൽ ലഹരി വിൽപ്പന നടന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന ഒരു കൂടുണ്ട്. ഈ കൂട്ടിൽ നിരവധി നായ്ക്കളെ വളർത്തിയ ശേഷമായിരുന്നു അവിടെ ലഹരി വിൽപ്പന നടന്നത്. ചോദ്യം ചെയ്യാൻ ആരും കയറി ചെല്ലാതിരിക്കാൻ ലഹരി മാഫിയ സംഘം ഈ കൂടുകളിൽ നിറയെ നായ്ക്കളെ വളർത്തിയിരുന്നു. പിന്നീട് അയൽ വീട്ടുകാരുടെ പരാതിയിലാണ് ലഹരി കച്ചവടക്കാർ തമ്പടിച്ചിരുന്ന കേന്ദ്രം പോലീസ് പൊളിച്ചു മാറ്റിയത്. രാത്രി സമയത്ത് ഇവിടെ തമ്പടിച്ചപ്പോൾ നിന്നിട്ട് ഒച്ചയും പാട്ടും ഒരുപാട് ഇതും അങ്ങനെ ഇതാകുന്ന സമയത്ത് ഞാൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ക്യാമറ വെക്കണം എന്നുള്ളൊരു ഇത് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഈ രാത്രി 4 മണിക്കൊക്കെ ആണെങ്കിലും വണ്ടി ഇങ്ങനെ പോകുന്നു, ലൈറ്റും ഇതൊക്കെ ഇങ്ങനെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് അങ്ങനെ ഇത് വെക്കണം നല്ലതായിരിക്കും. നമ്മളെ സേഫ്റ്റിക്ക് ഓലമ്മൽക്കൊന്നും പോകാനും ഇതാക്കാനൊന്നല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ താമരശ്ശേരിയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും വ്യാപകമായി കൂടിയിട്ടുണ്ടെന്ന് നാട്ടുകാർ സാക്ഷ്യം പറയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ചെറുപ്പക്കാർ തമ്മിൽ സംഘർഷവും പ്രദേശത്ത് പതിവാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ ലഹരി കച്ചവടം ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ നമ്മൾ കണ്ടെത്തി പോലീസിന് അത് ഇൻഫർമേഷൻ ചെയ്തുകൊണ്ട് കേസുകളിലൊക്കെ അവർ വന്നു. ഇപ്പോൾ 3-4 പേർക്ക് കാപ്പ ചുമത്തിക്കൊണ്ട് ഇവിടുന്ന് മാറ്റി നിർത്തിയത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 80% ലഹരി കുറഞ്ഞ ഒരവസ്ഥയാണുള്ളത്. നാടിനാകെ ശല്യവും ഭീഷണിയുമായി മാറിയ ലഹരി വ്യാപനത്തിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാലോ അവരുടെ വീടുകളടക്കം ആക്രമിക്കപ്പെടും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ 4 വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. നമുക്ക് ഓർമ്മല്ല വില വരുന്നതൊന്നും. അങ്ങനെ വില ഞാൻ കയറിയ കണ്ടപ്പോൾ ഇവന് എന്തോ സംശയം കിട്ടിയപ്പോൾ ബാതിൽ ഇവൻ അടിച്ച് ഇവരെ 2 കണ്ട് കൊടുകാളുണ്ട്. ബാതിലടിച്ച് ബാതുമാരും എല്ലാ നാട്ടുകാർ അമ്മർത്തി പോകാൻ കിടന്നാൻ. പിന്നെ വന്ന് ബാതിലിന് തട്ടി ആ പറഞ്ഞ പിന്നാണ് ജനൽ കുത്തിപ്പൊളിച്ച് ഗ്രില്ലിങ് അങ്ങനെ വീഴുകയാണ്. 600ഓളം കുടുംബങ്ങളുള്ള കുടുക്കിലുമാരത്ത് ലഹരിക്കെതിരെ മഹല്ലുകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം തുടങ്ങി. ഇതോടെയാണ് ലഹരി വ്യാപനത്തിന് അല്പമെങ്കിലും അറുതിയായത്. കുടുക്കിലുമരത്ത് ലഹരിയുടെ വ്യാപനത്തിനെതിരെ പ്രതികരിച്ചൊരു വ്യക്തിക്ക് ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ട്. അത് കുടുക്കിമലർ സ്വദേശി നവാസിനാണ്. അദ്ദേഹം ഒരു കല്യാണ പരിപാടിയിൽ വെച്ച് അവരുടെ ഒരു തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആക്രമണം നേരിട്ടത്. കൊടുവാള കൊണ്ട് വെട്ടി. അപ്പം ഞാൻ കൈ കൊണ്ട് പിടിച്ച് കൈ മുറിഞ്ഞ്. അപ്പോൾ ഇവിടെ അടുത്ത അന്ന് കല്യാണം വീട്ടിലുള്ള വേറെ 1-2 ആളെ വീട്ടിൽ കയറി വീടൊക്കെ അടിച്ചു പൊളിച്ച്. വീട്ടിൽ നിന്ന് വെട്ടാനോ പോയപ്പോൾ അവനെ ഓടി വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൽ കയറി. അതുകൊണ്ട് കഴിച്ചിലായി കിട്ടിയത്. താമരശ്ശേരിയിലെ ലഹരി വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി ഇപ്പോൾ താമരശ്ശേരി ചുരം തന്നെ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു താർ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ട് കിടന്ന് അത് നോക്കിയ സമയത്ത് അതിൽ പോലും NDMA കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ തരത്തിൽ ബാംഗ്ലൂരിൽ നിന്നടക്കം ലഹരി കൂടുതലായി വരുന്നത് താമരശ്ശേരി ചുരം വഴിയാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് കാര്യം. ഇതൊരു മലയോര മേഖലയാണ്. ഒളിസങ്കേതങ്ങൾ ഇഷ്ടംപോലെ ലഭ്യമാണ്. അതോടൊപ്പം ബാംഗ്ലൂരാണ് ഈ രാസമയക്കുമരുന്നുകളുടെ ഒരു പ്രധാന നിർമ്മാണ കേന്ദ്രം. അവിടുന്ന് കടന്നു വരുന്ന നാഷണൽ ഹൈവേയിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് അടിവാരം എന്നതുകൊണ്ട് ഈ സാധനം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത്.
ഏതൊരു നിത്യോപയോഗ വസ്തുവും പോലെയുള്ള രാസലഹരിയുടെ ലഭ്യതയാണ് ഏറ്റവും അപകടകരം. ലഹരിയും ക്രിമിനൽ മാഫിയകളും ചേരുന്ന മാരക വിഷക്കൂട്ട് പിന്നെ വിട്ടുപോകാനാകാത്ത വിധം ചെറുപ്പക്കാരെ ലഹരിച്ചൂഴിയിൽ തളച്ചിടും. ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഷിഖ് കുമാർ ആവർത്തിക്കപ്പെട്ടേക്കാം.